ഇന്ന് കാലത്ത് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മൈൻഡിലേക്ക് ഓടി വന്നത് 2 പൊറോട്ട ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അല്ല, നമുക്ക് വെറുതെ ഒന്ന് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വിശപ്പൊക്കെ വരുമല്ലേ, അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണേ. അതിന് കൊത്തു പൊറോട്ട എന്നോ പൊറോട്ട മിക്സ് എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ വല്ലാതെ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമുക്കൊരു 2 പൊറോട്ട എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു സവാള അരിഞ്ഞെടുക്കുക, പിന്നെ ഒരു തക്കാളി അരിഞ്ഞെടുക്കുക. എല്ലാവരും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസസായിട്ട്, പിന്നെ പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴുണ്ടല്ലോ നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി പൊടിക്കൊന്ന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അതും കൂടി ഇട്ട് നന്നായിട്ട് നേരിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മുടെ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് വഴറ്റി വരുമ്പോൾ നമ്മൾ ഇത്തിരി ഒരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും മതി. വേറെ ഒന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയെടുക്കാം. ഇതും കൂടെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് പോയി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇത്തിരി തക്കാളിയൊക്കെ ഉടഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ട് ഒരു 10-15 സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഒരു മുട്ട അതൊന്ന് പൊട്ടിച്ച് വയ്ക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കട്ടെ. അത് മുഴുവനായിട്ട് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് നന്നായിട്ട് ഡ്രൈ ആവുന്നതിന് മുമ്പായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊറോട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ആണ് കേട്ടോ. നിങ്ങളിത് നെയ്യിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. നെയ്യോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ അത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൊറോട്ട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് കഴിക്കാം. അപ്പം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.